+2 തുടങ്ങി ഇപ്പോൾ സെപ്റ്റംബർ മാസമായി എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ആലോചിക്കുവാനുള്ള സമയം അടുത്തിരിക്കുന്നു എന്നർത്ഥം. ഇനി നിങ്ങൾ എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കപ്പെടുന്നത് നിങ്ങളുടെ എൻട്രൻസ് എക്സാമിനേഷനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ +2 കഴിഞ്ഞതിന് ശേഷം പഠിക്കാൻ വേണ്ടി പോകുന്ന കോഴ്സിലേക്കുള്ള എൻട്രൻസുകളെ കുറിച്ചും നിങ്ങൾ ബോധവാന്മാരായിരിക്കണം. ഇപ്പോൾ ക്ലാറ്റ് എക്സാമിനേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. ഒക്ടോബർ 31 ലാസ്റ്റ് ഡേറ്റ്. ക്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല ലോ കോളേജുകളിൽ LLB എടുക്കുവാനുള്ള എൻട്രൻസ് എക്സാമിനേഷനാണ്. ഇപ്പോൾ നുവാൽസ്, കൊച്ചി അടക്കമുള്ള നാഷണൽ ലെവലിൽ വരുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. 2 ഓൾ ഇന്ത്യ ലോ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. അതും നമ്മൾ മനസ്സിൽ കാണണം. അങ്ങനെ തുടങ്ങി ഒരുപാട് എൻട്രൻസ് എക്സാമിനേഷനുകൾ ഉണ്ട്. ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെന്റ് ആണ് പഠിക്കുന്നതെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയുടെ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ് പഠിക്കുന്നതെങ്കിൽ CUET എക്സാമിനേഷൻ ആണ് എഴുതേണ്ടത്. ഇനി അതല്ല നിങ്ങൾ എഞ്ചിനീയറിംഗും മെഡിക്കലും ഒക്കെയാണ് പോകുന്നതെങ്കിൽ JEE എക്സാമിനേഷനും അതുപോലെ തന്നെ നീറ്റ് എക്സാമിനേഷനും ഒക്കെയാണ് എഴുതേണ്ടത്. ഇനി അതല്ല നിങ്ങൾ ഡിഫൻസിലേക്കാണ് പോകുന്നതെങ്കിൽ NDA എക്സാമിനേഷനും അതുപോലെ തന്നെ NA നേവൽ അക്കാഡമിയുടെ എൻട്രൻസ് എക്സാമിനേഷനുമാണ് എഴുതേണ്ടത്. ഇനി ഇന്റഗ്രേറ്റഡ് ആയിട്ട് നിങ്ങൾ ബിസിനസ് പഠിക്കാനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് IPMAT എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് JIPMAT എക്സാമിനേഷൻ എഴുതിയിട്ട് അങ്ങനെ വേണമെങ്കിലും പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എൻട്രൻസുകൾ ഒരുപാട് തന്നെ ഉണ്ട്. സമയം അതിക്രമിച്ചിരിക്കുന്നു. ചിലതൊക്കെ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്നു, ചിലത് വരാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ എൻട്രൻസുകളും ഏകദേശം ഒരു ഡിസംബർ മുതൽ എൻട്രൻസുകൾ തന്നെ തുടങ്ങും. സാധാരണ രീതിയിൽ നമ്മുടെ കോഴ്സ് തീരുന്നത് മാർച്ചിലായിരിക്കും. അപ്പം അത് മാർച്ചിൽ കോഴ്സ് കഴിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കരുത്. ഡിസംബർ മുതൽ എൻട്രൻസുകൾ സ്റ്റാർട്ട് ചെയ്യും. അപേക്ഷിക്കേണ്ടത് അതിന് മുൻപാണ്. ഇത് മനസ്സിലുണ്ടാകണം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.